ദോശ, ഇഡ്ഡലി, ഇഡ്ഡലി പുട്ട് കഴിച്ചു മടുത്തു. ഇന്നെന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറേ മാസങ്ങളായിട്ട് പൂരി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പൂരി ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ പിള്ളേരും പറഞ്ഞുകൊണ്ട് നിൽക്കുക, അമ്മ ഒന്ന് മാറ്റിപ്പിടി. അങ്ങനെ ഇന്ന് നല്ല വൃത്തി മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ട്, വലിയ പൂരിയല്ല കേട്ടോ, ഇവരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെറിയ പൂരിയാണ്, കുഞ്ഞി പൂരി ഉണ്ടാക്കണം കേട്ടോ. ഇത് അത്ര പോരേ പരത്തിയിട്ടുള്ളൂ, ഈ ഒരു അളവിൽ മതി. അതായത് നമ്മുടെ പാത്രവും ചെറുതായതുകൊണ്ട് നമ്മളിതാ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ മാവൊക്കെ സെറ്റാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക, നല്ലപോലെ മുരിയിച്ചെടുക്കുക. അതായത് നല്ല ക്രിസ്പി ആയിരിക്കും, കൂടുതൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അടിപൊളി പൂരി ആയിരിക്കും. കണ്ടില്ലേ, തഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആവത്തില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വലിയ വിശേഷമൊന്നും പറയാനില്ല. അപ്പം ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെ, അടിപൊളിയാവട്ടെ ഇന്നത്തെ ഒരു ദിവസം. കണ്ടാ, അധികം എണ്ണയൊന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ പൂരി ഇരിക്കുന്നത്. അപ്പം ഇതിന് കറിയൊന്നും വേണമെന്നേ ഇല്ല കേട്ടോ, അതിങ്ങനെ തന്നെ ചായ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോനൂട്ടൻ രണ്ടെണ്ണമായിട്ടും കഴിച്ചെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയാണ്. അപ്പം എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായി നാളെ വരുന്നവരേക്കും ടാറ്റാ.